ഗൈസ്, നമ്മളിന്ന് ഗ്രാനി 3 ആണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ ഗ്രാനി 3 കളിക്കുമ്പോൾ നമ്മൾക്ക് സ്ലെൻഡറിനെ വേണ്ട, അതുപോലെ ഗ്രാനി മാത്രമാണ്. നമ്മൾ പ്രാക്ടീസും അല്ല കളിക്കുന്നത്, നമ്മൾ ഈസിയിൽ വെച്ചാണ് കളിക്കുന്നത് ഗൈസ്. ഈസി കൊടുക്കാം, നമുക്ക് ഈസി കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഗ്രാനി വേണ്ട, ഗ്രാൻഡ്പ മാത്രം മതി. സോറി, ഗ്രാൻഡ്പ വേണ്ട, ഗ്രാനി മാത്രം മതി. പിന്നെ നമുക്ക് സ്ലെൻഡറിനെയും വേണ്ട. അപ്പോൾ നമ്മളിവിടെ ഗെയിം പ്ലേ തുടങ്ങുകയാണ് ഗൈസ്. ലോഡിങ് ആവുന്നുണ്ട് ഇവിടെ, നമുക്ക് നോക്കാം. കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഗൈസ്, നോക്കാം നമുക്ക്. ഷോ ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്കിപ്പ് ഇൻട്രോ കൊടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളിന്ന് ഗ്രാനി 3 ഇതാ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ജയിലിലൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ്. ആദ്യം നമുക്ക് ലോക്കൊന്ന് പിക്ക് ചെയ്ത് കൊടുക്കാം, ഹോൾഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളിന്ന് നോക്കാം, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ട് ഗൈസ്, നമ്മളിതാ പോവുകയാണ്. നമ്മൾ താഴോട്ടാണ് പോകുന്നത്. അതെന്തോന്നു ഗൈസ്, എന്തോ ഒരു സാധനം നമ്മൾ അടുത്തോട്ട് വരുന്നത് ഗൈസ്. നമുക്ക് ഓടാം. ഇടയ്ക്ക് സൗണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഗ്രാൻഡ്പ അങ്ങോട്ട് കയറി വരും ഗൈസ്, അതാണ് നമുക്ക് പേടി. കാരണം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എൻ്റെ പേര് ഞാൻ പറഞ്ഞത്, വെപ്പൺ കീയാണ് നമുക്ക് വേണ്ടത് ഗൈസ്. വെപ്പൺ കീ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പ്രശ്നവുമില്ല. കാരണം നമുക്ക് വെപ്പൺ കീ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാൻഡ്പ നന്നായിട്ട് 3 അടിയിൽ തീർക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 മിനിറ്റത്തേക്കേ ഗ്രാൻഡ്പ തീരത്തുള്ളൂ. ഇങ്ങോട്ട് വരുന്നുണ്ട് ഗൈസ്, ഇതോ നോക്കിക്കേ, ഇപ്പോൾ വരും. സൗണ്ട് കേൾക്കാം ഗൈസ്, വരുന്നുണ്ട് കേട്ടോ, എന്തായാലും വരുന്നുണ്ട്. ഇങ്ങോട്ടാണോ സൗണ്ട് കേട്ടിട്ടായിരിക്കും. വരുന്നു ഗ്രാനി ഇത് വരുന്നുണ്ട് ഗൈസ്. ഗ്രാനി ഇതാ വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? സെൻസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് ഇത്തിരി കൂട്ടിയിട്ട് ഗൈസ്. ഗൈസ്, വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്, നമുക്കിനി പോവാം. പോണതിന് മുന്നേ നമുക്ക് ഗ്രാനീനെ നമുക്കൊന്ന് ഒതുക്കണം അങ്ങനെയെങ്കിൽ. കാരണം നമുക്ക് മുകളിലാണ് നമ്മുടെ വെപ്പൺ കീ ഉള്ളത് ഗൈസ്. നോക്കാം, നമുക്ക് എന്തായാലും നോക്കാം. നോക്ക് ഗൈസ്, നമുക്ക് ഗ്രാനി പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോൾ പോവും. ഗൈസ്, നമുക്ക് ഓടാം. ഓടില്ലെങ്കിൽ ഇപ്പോഴും പാടും, കാരണം ഗ്രാനി കണ്ടു നിങ്ങളെ. അയ്യോ ഗൈസ്, നമ്മളങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരു വിധം നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഇനി കുഴപ്പമൊന്നുമില്ല. ഇനി എങ്ങനെയെങ്കിലും ഗ്രാനി പോകാൻ വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി ഗൈസ്. നമ്മൾ ഇനി നമുക്ക് നോക്കാം. വെപ്പൺ കീ ഇട്ടിട്ടുണ്ട്, ഇനി അത് എങ്ങനെയെങ്കിലും തുറന്ന് നമുക്ക് 3 കല്ലൂടെ ആദ്യം എടുക്കണം. അയ്യോ, ഗ്രാനിക്ക് വേണ്ടി നമ്മൾ ട്രാപ്പ് ഒരുക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്തെങ്കിലും നോക്കാം, നമുക്ക് എന്തായാലും പറ്റും. ബസ് ഗ്രാനി അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങോട്ട് വരില്ല, കാരണം ഈ സൗണ്ട് എങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്.
അങ്ങോട്ട് വരുന്നില്ല കേട്ടോ. നമുക്ക് ഈ വെപ്പൺ കീ കൊണ്ട് മുകളിൽ വെച്ച് കൊടുക്കാം. വരുന്നു ഗൈസ്. ഗ്രാനി എന്താന്ന് നമ്മൾ പിറകെ വരുമ്പോൾ മാത്രം കാണുന്നത്. ഇതിന് ഭയങ്കര കേൾവി ശക്തിയാണ്. നമ്മൾ നടക്കുന്ന സൗണ്ട് കേൾക്കാം എന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ, എനിക്കറിയത്തില്ല. ഈ ഹൗസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഈ ഹൗസ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രാക്ടീസിലിട്ടാലേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഗ്രാനിപ്പ വെക്കേഷന് പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഈ ഗെയിമിംഗ് സെറ്റപ്പൊക്കെ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് എനിക്കും അധികം വശമില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും. തീർന്നു. ഗ്രാനി ഇപ്പം വരും. കാരണം അവളെ ട്രാപ്പിൽ നമ്മൾ കുടുങ്ങി. ഈ ട്യൂണ് കേൾക്കുമ്പോൾ തന്നെ പതിയെ നല്ല പേടി വരുന്നുണ്ട്. നോക്കാം നമുക്ക്. പിന്നെ 2 പോട്ടുണ്ട്. അതിനകത്ത് എന്താണ് ഇരിക്കുന്നത് നമുക്ക് ഈ ഡോറിനകത്താണ് കൊണ്ട് വെക്കേണ്ടത് ഗൈസ്. നോക്കാം നമുക്ക് എന്തായാലും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാനി 2 ഗെയിം പ്ലേ ആണ് നമുക്ക് കളിക്കാനുള്ളത്. നമ്മൾ ഗ്രാനി 2 ഗെയിം പ്ലേ നാളെ ഇടുന്നതായിരിക്കും. ഗ്രാനി 2 ഗെയിം പ്ലേ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഗ്രാനി 3 അല്ല, ഗ്രാനി 1 ഇടുന്നതാണ്. ഗ്രാനി 1 മീൻസ് വെറും ഗ്രാനി ഇടുന്നതാണ്. വെപ്പൺ കീയുടെ സ്ഥലം ഇതാണ് ഗൈസ്. നമുക്ക് നോക്കാം. വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്തത് 3 കല്ല് പിറക്കണം. ഗ്രാനിയാണ് ഗൈസ് പോയത്. എനിക്ക് പേടിയായി. കാരണം ഈ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് നമ്മൾ ആരായാലും പേടിച്ചു പോകും ഗൈസ്. പിന്നെ ഗ്രാനിയും കൂടെ ആയതുകൊണ്ട് അത് പ്രേതത്തിൻ്റെ ഒരു കളിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് പേടി. ഗൈസ് നമ്മൾ ഒരടിയിൽ തന്നെ ഗ്രാനി ഇട്ടിട്ടുണ്ട് ഗൈസ് തറയിൽ. നമുക്കിനി വേണ്ടത് നമുക്ക് എന്ത് വേണം? നമ്മൾ ഈ ഇതിൽ കൂടെയാണ് എസ്കേപ്പ് ചെയ്യേണ്ടത്. എസ്കേപ്പ് ചെയ്യേണ്ടത് ഇതിൽ കൂടെയാണ്. ഞാൻ വിചാരിച്ചു ഗ്രാനിയിൽ ഇപ്പോൾ ഇത് വീഴുന്ന ചാവുന്നു. കാരണം ഞാൻ ഗ്രാനി 1 കളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാം അങ്ങനെയൊക്കെ വലിയ ലോങ് ആയിട്ട് വീഴുന്നെങ്കിൽ ചാവുമെന്ന്. അത് ചാവുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതാണ് ആ പാവ ഇടുന്ന തൊട്ടിൽ അല്ലേ? ഗ്രാനി 1 ഇതുണ്ട്, 2 തോന്നുന്നു ഗൈസ്. ഇല്ല, 2 തോന്നുന്നു. 2 ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്.
സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ്. ഇതെങ്ങനെയെങ്കിലും തുറക്കണം. നമ്മളിത് എക്സ്പ്ലോർ ചെയ്യാനാണ് വന്നത്. നമ്മളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഒരു ഇത് തെറ്റാടി അല്ലേ? തെറ്റാടി അല്ല, എനിക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നത്. സ്ക്രീൻഷോട്ട്, നമുക്ക് സ്ക്രീൻഷോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഗൈസ്. നമുക്ക് അവിടുത്തെ ഒരു സ്വിച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ പറയുന്ന സൗണ്ട് കേട്ടോ. ഗ്രാനി ഇങ്ങനെ ഇപ്പോൾ കയറി വരും. ഇവിടെ ഒന്നുമില്ല ഗൈസ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. സേഫ് കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഓടിക്കോ. ഇത് നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയാണ്. ഈ ഗ്രാൻഡ് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ ഓടിത്തള്ളിക്കൊള്ളണം. എന്താ പതുക്കെ നമ്മൾ ഫാസ്റ്റ് ആക്കണം ഗൈസ്. അതിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് സ്ക്രീൻഷോട്ട് കിട്ടും. സോറി, നമ്മൾ വന്ന സ്ഥലം തെറ്റാണ്. കാരണം അത് ഗ്രാനി ഇപ്പോൾ വരും ഗൈസ്. ഞാൻ ആദ്യം ഇവിടെ വെപ്പങ്കി ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വെച്ച് കോക്കനട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യം പറയാമല്ലോ, എനിക്ക് അങ്ങനെയാണ് കണ്ടിട്ട് തോന്നിയത്, കോക്കനട്ടാണെന്ന്. നമുക്ക് നൈസിനുള്ള ഈ സാധനം എടുക്കാം, സേഫ് കീ എടുക്കാം, എന്നിട്ട് നമുക്ക് ഓടിത്തള്ളാം. ഗൈസ് പണി പാളി. അപ്പോൾ ആദ്യത്തെ ഇത് ശുഭം. രണ്ടാമത്തെ ഡേ നോക്കാം. ഗൈസ് ഇതെന്താണ് പണി കിട്ടും. ഗൈസ് ഗ്രാനി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ പിക്ക് ലോക്കിൽ പിക്ക് ചെയ്യുന്നത് മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം. ഭയങ്കര ലാഗടിയാണ് ഗൈസ്. നമുക്ക് 3 കല്ല്. അയ്യോ ഗൈസ് ദോ വരുന്നു. ശല്യം ഇത് ഒരിടവും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. നമുക്ക് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഗൈസ് നമ്മൾ ഈ ഒരു ഗെയിം മാത്രമല്ല എല്ലാ ഗെയിമും ഇടും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ഗെയിം സബ്സ്ക്രൈബ് ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. ഗൈസ് ഇതെന്തോ പണി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഗൈസ് അപ്പം രണ്ടാമത്തെ ഡേ ശുഭം.
ഗൈസ് നമ്മൾ ഇത്തിരി കട്ട് ചെയ്യേണ്ടി വരും, കാരണം നമുക്കിത്തിരി ഇടയ്ക്ക് ഒരു ആഡ് വന്നിരുന്നു ഗൈസ്. ഗൈസ്, ഈ ഗ്രാൻ ഞാൻ ഇവിടെ പോയി എൻ്റെ കൂടെ വരുന്നത്, ഇത് ആരിത്? എൻ്റെ ബന്ധു ആരെങ്കിലും ആണോ? എവിടെ നോക്കിയാലും നീ എന്നെ തൊപ്പിക്കാൻ നോക്കണ്ട ഗ്രാനി. ഓട്ട മത്സരത്തിൽ ഞാൻ 1ാം സ്ഥാനമാണ്. പോവാം ഗൈസ്, ഇനി അങ്ങോട്ട് നമുക്ക് പോകാം ഗൈസ്. പണി ഇല്ല, പണി കിട്ടിയില്ല. പണി ഇല്ല. ഗൈസ്, പണി കിട്ടി. ഇങ്ങോട്ട് വരില്ല ഗൈസ്. പോണ്ടോ ഗൈസ്, നമുക്കിത് അടയ്ക്കേണ്ടി വരും. പണിപാളി ഗൈസ്, പണിപാളി ഗൈസ്, സോറി ഗൈസ്. ഡേ 4 ആയപ്പോൾ ഗൈസ് നമുക്ക് ഉറപ്പായിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഈ ഒരു ഇത് എക്സ്പ്ലോർ ആവൂല, ഈ വീട് എക്സ്പ്ലോർ ആവൂല എന്നല്ല, ആക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഇനി അടുത്ത ഷോർട്സിൽ കുറേ എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇടുന്നത് ഗൈസ്. നമുക്ക് എന്തെങ്കിലും നോക്കാം. നിങ്ങളുടെ സജഷൻ നിങ്ങൾക്ക് പറയാം, കമൻ്റായിട്ട് പറയാം. ഓ ഗൈസ്, ഗ്രാനിയുടെ നമ്മൾ ഇതിൽ പെട്ടുപോയിട്ടുള്ളത് എന്ത് ചെയ്യും? സെക്കോണായി കുടുങ്ങിയപ്പോഴേക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓടിക്കോ. ഇതിനകത്തോട്ട് പോകണം. ഇതിനകത്തോട്ട് പോകാം ഗൈസ്. നമുക്ക് ഇതിനകത്താകുമ്പോൾ ആരും വരില്ല. അവിടെ വയ്ക്കാൻ മറന്നുപോയി ഗൈസ്. ഡേ 5 ശുഭം. അപ്പം നമുക്ക് എന്തായാലും മനസ്സിലായി കാണും, മണ്ടത്തരങ്ങൾ കാണിക്കുന്നതിൻ്റെ ഉസ്താദാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഗൈസ് 18, കാരണം എന്ത് ചെയ്യും? ഗൈസ്, നമുക്ക് ഈ ഒരു ഒറ്റ ഡേ കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ കാണണം. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് നന്ദി ഗൈസ്. അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ചെയ്താൽ നമ്മൾ എന്തോ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഗ്രാൻഡ് പേ ഉണ്ട് ഗൈസ്, ഗ്രാൻഡ് പേ ഉണ്ട്. ഇതെന്താ ഇത്? മെഴു തരുമോ ഗൈസ്? തീർന്നു ഗൈസ്, നമ്മൾ തീർന്നു.